ഹായ് ഫ്രണ്ട്സ്, രേണുസുധിര ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ നെഗറ്റിവിറ്റി വീണ്ടും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതേപോലത്തെ കാര്യങ്ങളാണ് ഇട്ട് തരുന്നത്. അപ്പം നമ്മളെന്തിനാ പറയാതിരിക്കുന്നത്? അപ്പം എല്ലാവരും ഇത് അറിയാൻ തന്നെ വേണം. ഭർത്താവ് മരിച്ച് ആ മരിച്ച സംഭവം ഇത്രയും എൻ്റർടൈൻമെൻ്റ് ആക്കി തീർത്ത ഒരു സ്ത്രീ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറൊരാളെ കാണിച്ചു തരാൻ പറ്റുമോ? മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഭർത്താവ് മരിച്ച കല്യാണം വേറെ വേണമെങ്കിൽ കല്യാണം കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ കഴിക്കാതെ സ്വന്തം കുട്ടികളെ നോക്കി വേറെ രീതിയിൽ ജീവിക്കുമായിരിക്കും, അല്ലേ? അതൊന്നുമല്ല. എന്താ, എല്ലാവരെയും വടയും അപ്പവും പാപ്പവും അതുപോലെ തന്നെ ക്വിസിയിലും ഒക്കെ കാണിച്ചുകൊണ്ട്, മാറിടം കാണിച്ചുകൊണ്ടും ഒക്കെ എന്റർടൈൻ ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പൊ ട്രൗസർ ഇട്ട് തുടങ്ങി. ട്രൗസർ ഇനി എന്നാണോ ബിക്കിനി ഇട്ട് വരിക എല്ലാം. ഇവിടെ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോകുന്ന ഒരു ലാഘവത്തോടെ ഒരു തള്ള എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരു കുട്ടിയുടുപ്പും ഇട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? ഒരു നിക്കറും കുട്ടിയുടുപ്പും ഇട്ട ഒരു തള്ള ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സ്വന്തമായിട്ട് ജീവിതം ആസ്വദിക്കുക, അതെങ്ങനെ? മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ജീവിതം ആസ്വദിക്കുകയാണ് രേണുസുതി ഇവിടെ ചെയ്യുന്നത്. പ്രായത്തിന് ചേരാത്ത ഡ്രസ്സും ഇട്ട് ഈ കോപ്രാട്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിയായിട്ട് എല്ലാവർക്കും തോന്നും എന്നാണ് ആളുടെ വിചാരം. ഇയാളുടെ ഏതെങ്കിലും ഡ്രസ്സ് ആൾക്ക് പറ്റിയ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, എന്നാൽ നമുക്ക് കോൺട്രവേഴ്സിയിലേക്ക് കിടക്കാം കേട്ടോ. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തുക കേട്ടോ. ഇന്ന് ഏതാ ദിവസം എന്ന് പോലും അറിയില്ല. പോട്ടെ, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് എന്ന് പോലും അറിയില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, പക്ഷെ ഇതിനൊക്കെ എന്താ പറയുക, താന്തോന്നിത്തരം എന്ന് പറയും. ഇതിനൊക്കെ അടിച്ച് എന്താ പറയാ, പല്ല് കുഴിക്കേണ്ട ജാതിയാണ്. പ്രോഗ്രാം ഉണ്ട് എനിക്ക്, പൈസ കിട്ടാനുണ്ട് എനിക്ക്, ഇത് മാത്രം അറിയാം. ഇന്ന ദിവസം മറ്റന്നാൾ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, പക്ഷെ മറ്റന്നാൾ എന്താണ്, ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ ഒന്നും അറിയില്ല. സുധി എന്ന ബ്രാൻഡ് വെച്ച് കിട്ടുന്ന പൈസ മാത്രം മതി, ഡേറ്റ് ഒന്നും അറിയണ്ട. ആള് പറയാണ് ഒരു ആഴ്ചയിൽ എത്ര ദിവസമാണ്, 8ആണോ 7ആണോ അറിയില്ല കേട്ടോ. ഇതിനൊക്കെ എന്താ ചെയ്യാ? ഇതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വോയിസ് നിങ്ങൾ കേൾക്കൂട്ടോ. നമുക്ക് കുറെ കാര്യങ്ങൾ പൊളിച്ചെടുക്കാനുണ്ട്. ഇത് എന്ത് ദിവസമെന്ന് എനിക്കറിയില്ല, ശനി ഞായറൊന്നും എനിക്കറിയത്തില്ല. തിങ്കളാ അത്രയും നമ്മള് തിരക്കിൽ ഓരോന്ന് ദൈവസത്യം അല്ല, തിരക്കിന്റെ കാര്യമല്ല, എനിക്കറിയത്തില്ല തിങ്കളേതാ ചൊവ്വ എനിക്കറിയില്ല. ഈ ഡേറ്റ് ഇപ്പം കരിഷ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഡേറ്റ് അറിയാം. 26 ഇനിയിപ്പം മറ്റന്നാള് കോഴിക്കോട് ഇനോഗ്രേഷൻ, 28 അങ്ങനെ അറിയാം. 7 ആഴ്ച ഉണ്ടെന്ന് അറിയാലോ, 7 ദിവസം ഉണ്ടെന്ന് അറിയാലോ. അതൊക്കെ എനിക്കറിയാം. 7 8 അല്ല 7 അതെ, 7 8 അല്ലേ? ഒരാഴ്ചയില് നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കോൺട്രവേഴ്സിയാണ് കേട്ടോ. വട കഴിച്ചിട്ടുണ്ടോ രേണുസുതി എന്ന് ചോദിച്ചപ്പോ, അയ്യോ എന്റെ വട കാണുന്നുണ്ടോ എന്നാണ് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വടയൊന്ന് കാണിച്ചു കൊടുക്കുന്നു പതുക്കെ. തപ്പി നോക്കണം, എന്റെ വട കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ഒളിപ്പും ഒരു മാന്യതയും ഒന്നുമില്ലാത്തൊരു സ്ത്രീ എന്ന് തന്നെ പറയാം. ആ വോയിസ് നിങ്ങൾ കേൾക്കൂട്ടോ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. ശരിയാ, വൺ ആൻഡ് ഓൺലി ആണ് കേട്ടോ. കേരളത്തിലെ തമന്നയാണ്. എന്താ പറയുന്നത്, സ്വന്തം വട തപ്പി നോക്കി കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ എന്റെ വട, ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തിനാണ് ഇങ്ങനെ രേണുസുതി സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഡെലിവറിക്ക് ശേഷവും തമന്നയുടെ വയറ് കിട്ടുന്നത് വളരെ ഭാഗ്യമാണ്. എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ വയറ് കാണാൻ എന്തൊരു ഭംഗിയാണ്. കേരളത്തിലെ തമന്നയല്ലേ, അതുകൊണ്ട് ഞാൻ വയറ് കാണിക്കും, പൊക്കിള് കാണിക്കും, തൊട കാണിക്കും, മുലച്ചാല് കാണിക്കും, അതുപോലെ ഞാൻ അപ്പം വേണമെങ്കിൽ കാണിക്കും ഞാൻ കേട്ടോ. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഡെലിവറിക്ക് ശേഷം തമ്മനെ പോലുള്ള ആക്ട്രസിന്റെ ഒക്കെ വയറ് കിട്ടുക തന്നെ അത് ഭാഗ്യം തന്നെയാണ്. അയ്യോ എനിക്ക് ചത്താ മതി. ഞാൻ സൂചിച്ചേട്ടനോട് പണ്ട് പറഞ്ഞു, സൂചിച്ചേട്ടൻ എനിക്ക് തമനേനെ ഭയങ്കര ഇഷ്ടമാണ്, തമനേന്ന് വിളിക്കും. അപ്പൊ സൂചിച്ചേട്ടൻ പറയാം, സൂചിച്ചേട്ടനല്ല കേട്ടോ, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകനും സൂചിച്ചേട്ടനൊക്കെ കളിയാക്കും, തമനയല്ലേ നീ തവളയാത് എന്ന് പറയാൻ. ഇപ്പൊ കമന്റ് വരും, തമനയല്ല തവളയാത്. അതിങ്ങനെ ഞാനിങ്ങനെ പ്രൊഫൈൽ നോക്കുമ്പോ മാച്ച് ഒന്നുമില്ല, അങ്ങനെയാണ് ആ വീഡിയോ. ആണോ? ഞാൻ ഓർക്കുകയും ചെയ്തു. തമനയുടെ വയറാന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പറയും, അല്ലാതെ തമനയുടെ ലുക്കാന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ഓർക്കുകയും ചെയ്തു എന്താ സംഭവം. ചിരിക്കുന്ന കേട്ടില്ലേ നിങ്ങള്? ആ, തമന്നയാണ് ഞാൻ കേട്ടോ. എന്റെ വയറൊക്കെ കൊള്ളാട്ടുന്നല്ലേ, പക്ഷെ ഫേസ് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരുത്തം പറയാ, ഇത് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. എന്താ ഇവളെയൊക്കെ പറയേണ്ടത്? ഇവളെ വിചാരം എന്താ? ഇവള് കേരളത്തിലെ തമന്നയാണെന്നോ? പിന്നെ ഒരു കോസ്റ്റ്യൂമിന്റെ വില എത്രയാണെന്നറിയോ? ആളിടുന്ന കോസ്റ്റ്യൂമിന്റെ വില 20,000 രൂപ. 20,000 രൂപ. ഒരുപാട് പേര് അധ്വാനിച്ച്
അവരുടെയൊക്കെ രക്തം ഊറ്റി കുടിച്ച് പൈസ കുടിച്ചോളാണ് ഉള്ളത്. അപ്പോൾ ഇവള് എന്ത് ചെയ്യണം? ഈ കോസ്റ്റ്യൂം 20,000 കിട്ടുന്ന നേരം ആ പൈസ തിരിച്ചു കൊടുക്കണം. നമുക്കൊരു നല്ല കാലം വരുമ്പോൾ, നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോൾ, ഈ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെറുതെ മരത്തുമെന്ന് പൊട്ടിച്ചതൊന്നുമല്ലല്ലോ. അവരുടെ പൈസ തിരിച്ചു കൊടുത്തോടെ ഇവൾക്ക്? അതില്ല. അവൾക്ക് 1,80,000 കുറവാണത്രേ അവളുടെ ഡ്രസ്സിന്. എന്നിട്ടിങ്ങനെ പകിട്ടാർന്ന് നടക്കുക. പല പല ഡ്രസ്സും ഇട്ട് പല പല സാധനങ്ങളും കാണിച്ച് പകിട്ടാർന്ന് നടക്കുക. ശരിക്കും ഈ സ്ത്രീയെ എല്ലാവർക്കും വെറുപ്പായി തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കി നടക്കുന്നത്? അടുത്തത് ഒരു നടുവിരൽ കാണിച്ചു കൊടുത്തിട്ടാണ് രേണു കേട്ടോ. റിംഗ് ഒന്ന് കാണിച്ചതാ, നടുവിരൽ കാണിച്ചിട്ട്. അപ്പൊ അത് കുറെ പേര് ചിരിക്കാനുണ്ട് കേട്ടോ. അയ്യോ, നടുവിരൽ കാണിച്ചതല്ല കേട്ടോ, എനിക്ക് ഈ വിരല് കാണിച്ചതാണ്. അപ്പൊ ഒരുത്തം പറയാണ്, വിരലല്ലേ കാണിച്ചുള്ളൂ, വേറെ ഒന്നും കാണിച്ചില്ലല്ലോ. അതിന് ഭയങ്കര വിഷമം. ബ്രസ്റ്റ് കാണിച്ചില്ലല്ലോ, വയറ് കാണിച്ചില്ലല്ലോ, അപ്പം കാണിച്ചില്ലല്ലോ, വട കാണിച്ചില്ലല്ലോ, ഇതൊന്നുമല്ലല്ലോ, വെറൊരു വിരലല്ലേ നടുവിരല്, നമസ്കാരം എന്നുള്ള ലെവലിലാണ് അവൾ കാണിച്ചിരിക്കുന്നത്. അവളുടെ നടുവിരലില് ഒരു മോതിരം ഇട്ടിട്ടുണ്ട്, ഡയമണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്താലും അവൾ അടുത്ത് ചെന്ന് നിന്ന് അവൾ ഒട്ടിച്ചേർന്ന് നിന്ന് അവളങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. പുകഴ്ത്തി കഴിഞ്ഞാൽ എന്തായി? ഹൈ റീച്ചായി. ആ ഒരു വീഡിയോ എവിടേക്കൊക്കെ എത്തും. അവൾ കുറ്റം പറയാൻ പാടില്ല. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കട്ടെ. അങ്ങനല്ല, നടുവിൽ അങ്ങനെ കാണിച്ചല്ല. ഇനി അങ്ങനെ പറയല്ല, ഞാൻ റിംഗ് ഇതായിട്ടേക്കും, അതുകൊണ്ട് അങ്ങനെ കാണിച്ചു. ഞാൻ അത് കാണിച്ചെന്ന് പറഞ്ഞേക്കല്ലേ. നീ നമ്മള് നോക്കതേ എന്താ റിംഗ് ഇട്ടേക്കുന്ന വിരല് ഞാൻ ഇങ്ങനെ കാണിച്ചു. സെന്റർ വിരല അല്ല, ഞാൻ സെന്റർ വിരല്. അതെ അതെ, അതിനിപ്പോ ഇതൊരു വിരലല്ലേ, അതിനപ്പുറം കാണിച്ചിരിക്കുന്നു. അതിന് മേലെയാണ് ഇപ്പൊ ഒരു വിരല് കാണിച്ചത്. ഇനി അടുത്തൊരു കോൺട്രവേഴ്സി പറയാട്ടോ. ദാസേട്ടന് താടിയുള്ള കാരണം ദാസേട്ടന്റെ കവളത്ത് ഉമ്മ വെക്കാൻ പറ്റുന്നില്ല പോലും. ദാസേട്ടൻ ഞാൻ നെറ്റിയിൽ തരാൻ പോലും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ പറയുന്നത്, കവളത്ത് ഉമ്മ വെക്കുമ്പോ. പക്ഷെ ഈ താടി രോമങ്ങളൊക്കെ വായിൽ കുത്തി തറയ്ക്കുന്നൊക്കെ പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ? അല്ല, ഞാൻ ഇങ്ങനല്ലേ ഇവിടെ കൊടുത്താൽ നെറ്റി കൊടുക്കണോ? വേണ്ട, നീ വരുമ്പോ ഞാൻ ഇങ്ങനെ തിരിയുമ്പോ ഇവിടെ കിട്ടിയാൽ മതി. ആ, നെറ്റ് മതി. അവള് നാല് കാരണം അവളെ കൊടുക്കാം. അതെ അതെ, ദാസേട്ടാ ശരിക്കും പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ കവളത്തൊക്കെ ഉമ്മ തരിക? അതുകൊണ്ട് തന്നെ ഞാൻ നെറ്റിയിൽ തരാം. പക്ഷെ കവളത്ത് തരുന്നത് എപ്പോഴാണ്? ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ തരാം കേട്ടോ. ഇനി അടുത്തൊരു കോൺട്രവേഴ്സി പറയാം. മകന്റെ ഫോൺ ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു മകന്റെ ഫോൺ ഒരു അമ്മ പരിശോധിക്കില്ലേ? അവന് എന്തും ചെയ്യാം, എനിക്കും എന്തും ചെയ്യാം. മകനെ നിയന്ത്രിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ രണ്ട് വ്യക്തികളല്ലേ, രണ്ട് ഫോണുകളല്ലേ. എൻ്റെ ഫോൺ അവനും പരിശോധിക്കാറില്ല, അവൻ്റെ ഫോണ് ഞാനും പരിശോധിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ആ മകനെ നന്നായി വളർത്തുക നമ്മള്? ഇനിയിപ്പോ ഈ താഴെയുള്ള കുട്ടീനെ ഇങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. ഫോണൊന്നും പരിശോധിക്കാതെ ഒരു ഫോൺ എടുത്തു കൊടുക്കുമോ? ഒരു തെറ്റുമില്ല. ഒരു അമ്മ സ്വന്തം മക്കളുടെ ഫോൺ പരിശോധിച്ചാൽ ഒരു തെറ്റുമില്ല. അമ്മയുടെ ഫോൺ വേണ്ട, പരിശോധിക്കേണ്ട, അതവിടെ വെക്കട്ടെ. പക്ഷെ മക്കളുടെ ഫോൺ എന്തുകൊണ്ട് പരിശോധിച്ചൂടാ? അവൻ വേറൊരു വ്യക്തിയാണ് പോലും, വേറൊരാളാണ്. ശരി തന്നെയാണ്, ഞങ്ങൾക്കതറിയാം. മകനെ പോലെ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത്. അതൊന്നും നമുക്ക് കേട്ട് നോക്കാം. ഞാൻ അവന്റെ ഫോൺ ഇന്ന് വരെ മേടിച്ച് നോക്കിയിട്ടില്ല. ആരൊക്കെ അവനോട് സംസാരിക്കുന്നു? എന്റെ ഫോൺ ഇന്ന് വരെ അവൻ എന്റെ ചാറ്റ് നോക്കിയിട്ടില്ല. അത് ഞാനൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, അവനും ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അവന്റെ അമ്മയാണെങ്കിൽ പോലും എന്റെ മകനാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്, അല്ലേ? എന്റെ ഫോൺ എന്തിനാണ് പേഴ്സണൽ കാര്യം ഞാൻ എന്തിനാണ് തിരക്കുന്നത്? എന്റെ എന്തിനാണ് അവൻ തിരക്കുന്നത്? എനിക്ക് ആവശ്യമൊന്നുമില്ല. അപ്പൊ അമ്മയും മോനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ഇപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അടുത്തൊരു കോൺട്രവേഴ്സിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവരും എനിക്ക് 45-50 വയസ്സുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് 34 വയസ്സായിട്ടുള്ളൂ. ഞാൻ മമ്മൂക്ക പോലെ തന്നെയാണ്. മമ്മൂക്കക്ക് അധികം പ്രായം തോന്നില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഞാൻ കേട്ടോ. പക്ഷെ എന്നെ കുറെ പേര് ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണല്ലോ. അപ്പൊ സുധിച്ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് എന്നെ എൻ്റെ ഭാര്യയാണല്ലോ, അപ്പൊ ചേച്ചി എന്ന് വിളിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചെറുപ്പക്കാരിയാണ് കേട്ടോ. എന്തിനാണ് എല്ലാവരും ഈ കുട്ടിയെ ചേച്ചി എന്ന് വിളിക്കുന്നത്? അത് നമുക്ക് ആ വോയിസ് ഒന്ന് പരിശോധിച്ചിട്ട് വീണ്ടും വരാം കേട്ടോ. 34 ഏജ് അല്ലേ? പക്ഷെ എന്നോട് എല്ലാരും മിക്കവരും പറഞ്ഞാൽ എനിക്ക് 45 ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് 50 ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നെ 50 വയസ്സുള്ളവരും ചിലപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കാറ്. കാരണം സുധിച്ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ട് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് കറക്റ്റ് 34 വയസ്സിലോട്ട് ഞാൻ കയറി സെപ്റ്റംബർ 7. അതായത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത് സെപ്റ്റംബർ 6 സെപ്റ്റംബർ 7 എന്റെയും മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു. സെപ്റ്റംബർ 7 ഞങ്ങളുടെ ബർത്ത്ഡേ. ഇനി ആരും ഈ കുട്ടീനെ ചേച്ചിന്ന് വിളിക്കരുത് കേട്ടോ. ഉണ്ണി, മോളെ, ചക്കര, വാവയെന്നൊക്കെ വിളിക്കണം. അടുത്തത് വാഷ്റൂമില്. അയ്യോ, അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിപ്പോയി. വാഷ്റൂമില്
ഇപ്പൊ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ വാഷ്റൂമിൽ പോകാറില്ല, വേറെ എവിടെയും പോകാറില്ല. സ്വന്തം വീട്ടിലെ വാഷ്റൂമാണ് എനിക്ക് ഏറ്റവും വൃത്തിയായി തോന്നുന്നതും അവിടെയാണ് ഞാൻ എന്തിനും സാധിക്കാറുള്ളൂ. ഈ രേണുസുതി 10-15 ദിവസമൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ അങ്ങനെയൊന്നും എവിടെയും പോകാറില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യവും സാധിക്കുന്നത്. പാവം വെറുതെ അല്ല ഈ എയർപോർട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓടുന്നത്. 10-15 ദിവസം പിടിച്ചു വെച്ച കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനാണ്. എനിക്ക് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. രേണുസുതി പറയുന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ തലയിൽ കൃഷി സ്വന്തമായിട്ടൊരു കൃഷി തന്നെയുണ്ട്. പിന്നെ കുളിക്കാതെയാണ് നടക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റ് ഒരുപാട് പൂശണം എനിക്ക്. രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ചെക്കൻ ഉമ്മ വെക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഉമ്മ വെച്ചപ്പോൾ അവന് സെന്റിന്റെ മണം കൊണ്ട് അവൻ കുറേ നേരം പിടിച്ചു. അപ്പൊ അങ്ങനെ ടോയ്ലറ്റിൽ പോകാതെയും കുളിക്കാതെയും കൃഷിയുള്ള ആളും ഒക്കെ വീട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഫ്ലൈറ്റിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അയ്യേ അറപ്പാവുന്നു. ഇനിയും കോൺട്രവേഴ്സി